ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിന് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നിങ്ങൾ ക്യാപ്ഷൻ കാണുമ്പം നിങ്ങളുടെ ചുണ്ടിലൊരു ഊറിയ ചിരി വരുന്നുണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ അനുഭവം, ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിനെ ആസ്വദിച്ചത് എന്ന് ഒക്കെ സത്യം പറഞ്ഞാൽ മാർക്കറ്റിനെ നമ്മളിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണെന്ന് പ്രയോജനപ്പെടുത്തുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ അത് പലർക്കും പലരും നമ്മുടെ ഈ ഗ്രൂപ്പിനെ വാച്ച് ഇപ്പോൾ ധാരാളം നമ്മുടെ ഗ്രൂപ്പിലോട്ട് ആൾക്കാർ അധികം വരുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സാണ് ഇന്നലെ തന്നെ 50 പേരോളം നമ്മുടെ 2 ദിവസം കൊണ്ട് 50-60 പേരോളം സബ്സ്ക്രൈബേഴ്സ് കൂടി. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ വന്ന് കമൻറ്റ് വായിച്ചിട്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്നോട് ഉള്ള ആ ഒരു എന്താ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് എന്നെ കരുതുന്നത്, ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഗുണമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. ഓക്കെ, അതെല്ലാം പോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ട്രേഡ് ഡീൽ അലമ്പിപ്പോയി ഇല്ലേ. അപ്പോൾ എല്ലാവരും രാത്രി 10 മണിക്ക് രാത്രി കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുകയായിരുന്നു ഇല്ലേ. ട്രേഡ് ഡീല് വാളിപ്പോയി. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത്, 10 മണിക്ക് ട്രേഡ് ഡീല് ഒക്കെ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഒന്നും സംഭവിച്ചില്ല അല്ലേ. പുള്ളി അത് ഓഗസ്റ്റ് 1 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനിയുണ്ട് 20 ദിവസം. ഈ 20 ദിവസം കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ ഈ അണ്ണൻ ഓരോരോ കാര്യം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായി. അപ്പോൾ ഇതിനനുസരിച്ച് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സെല്ലേഴ്സ് മാർക്കറ്റാണ്, ആക്ച്വലി സെല്ലേഴ്സിൻ്റെ മാർക്കറ്റാണ്. കാരണം മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ സംഭവിക്കുന്നത്, ടൈം ഡി കെ സംഭവിച്ച് പ്രീമിയം മെൽറ്റായി പോകും. ബയേഴ്സിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല വിക്സ് വളരെ കുറവുമാണ്, മനസ്സിലായില്ലേ. അപ്പം എല്ലാം കൊണ്ടും ബയേഴ്സിന് തട്ടുകടന്ന്. അവിടെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ന്യായം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാതൃക വരെ കാണിച്ചു തന്നു. ന്യായം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 പോയിൻ്റ് അല്ലെ 15 പോയിൻ്റ് എടുത്ത് മാറുക. എന്നിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വീണ്ടും കയറി. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓക്കെ അറിയാം, മാർക്കറ്റ് ഇവിടുന്ന് എവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴെ വന്നു. നമ്മുടെ കറക്റ്റ് നമ്മൾ വരച്ച 476 തലവര അറിയാമല്ലോ. അപ്പോൾ തലവര എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ ഒരു 1.5 ആഴ്ച കൊണ്ട് തലവര നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുക. നമ്മൾ പറയുന്ന റേഞ്ച് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ തലവര മെയിനായിട്ട് ആയുധമാക്കിയവർക്ക് ധാരാളം പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം 426 എന്നുള്ള സംഭവം 426 എന്നുള്ളത് ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പറയും 426 അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആരുടെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അവർ പറയും അല്ലേ. അത്രയ്ക്ക് നമ്മളെ ഈ നമ്പർ സ്വാധീനിച്ചു ഇല്ലേ. എങ്ങനെയാണ് ഈ നമ്പർ സ്വാധീനിച്ചത്? കാരണം നമ്മളിപ്പോൾ നമുക്കിപ്പോൾ മാർക്ക് വേണമെങ്കിൽ 25,000 പറയാം, 25,000 ഒരു സൈക്കോളജി സപ്പോർട്ട്. പക്ഷേ ഈ 25,000 ഏരിയയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരു രീതിയിലും മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്തില്ല. 26 എന്നുള്ള സംഭവത്തിൽ സപ്പോർട്ട് എടുത്തിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പം എന്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ലൈൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഞാനും എൻ്റെ വരയും എന്നുള്ള വരയുടെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിക്കുകയും അവിടെ എങ്ങനെയാണ് ട്രേഡ് വരുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ അതിനുള്ള നേരമില്ല, അതുകൊണ്ടാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ എന്നും ഞാൻ വരയ്ക്കുന്ന വര കൃത്യമായി വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, ഞാൻ വരയ്ക്കുന്നു, മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മളതിന് ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും നമ്മുടെ ലൈനുകളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. അപ്പം ചിലപ്പം എല്ലായ്പ്പോഴും നമ്മുടെ വരയെ റെസ്പെക്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കാരണം ഞാനും ഒരു മനുഷ്യനാണ് അല്ലേ. മനുഷ്യ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് കുറച്ച് നമ്മുടെ പഠനം, 2 നമ്മുടെ ചാർട്ടിലുള്ള ബാക്ക് ടെസ്റ്റ്, മനസ്സിലായോ, ചാർട്ടിലുള്ള ബാക്ക് ടെസ്റ്റ്. 3ാമത്തെ കാര്യം ദൈവാധീനം. ഈ 3 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ പഠനം, 2ാമത് ചാർട്ടിനകത്തിലുള്ള ബാക്ക് ടെസ്റ്റുകളും പ്രീവിയസ് എൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്നൊക്കെ നോക്കി അതുകൂടെ മനസ്സിലാക്കുന്നു. പിന്നെ ദൈവാധീനം. ഓക്കെ, ഈ 3 കാര്യങ്ങളോട് ചേരുമ്പോഴാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അല്ലാതെ ഇത് എൻ്റെ കഴിവും മിടുക്കും ഒന്നും മാത്രമല്ല. എപ്പോൾ വേണമെങ്കിലും തെറ്റാം. അന്ന് തെറ്റുമ്പം ഇന്ന് ഈ പറഞ്ഞവരൊക്കെ തന്നെ നാളെ എന്നെ പൊങ്കാലയിടും. അത് നമ്മുടെ മലയാളികളുടെ സ്വഭാവമാണ്, നോ പ്രോബ്ലം.
അപ്പോൾ എന്നെ പുതുതായിട്ട് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പല രീതിയിലും തമാശകളൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ഞാൻ നിങ്ങളെ എന്താ പറയുന്നത് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത്. അല്ല നിങ്ങൾ വേറൊരു രീതിയിൽ ഒരു കാരണവശാലും നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ വേറെ രീതി ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു അലസത ഒന്ന് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ താടിക്ക് കൈ കൊടുത്തിരുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട് ഇല്ലേ. അവസാനമായപ്പം കത്തിക്കയറി ഇല്ലേ. അവസാനത്തെ 1 മണിക്കൂറാണ് നമ്മൾ കത്തിക്കയറി. ഇതിനിടയ്ക്കൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു. എങ്കിൽ നമുക്ക് നമ്മൾ വരച്ചിട്ടില്ല 25,540 എന്നുള്ള ശക്തമായ റെസിസ്റ്റൻസ് ആയിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു 540 ശക്തമായ റെസിസ്റ്റൻസ് ആണ്. 500 നല്ലപോലെ കോൾ റേറ്റിംഗ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഗ്രൂപ്പിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വൃത്തിയായിട്ട് ട്രേഡ് എടുത്ത് വിജയിപ്പിക്കാൻ പറ്റും. അങ്ങനെ വിജയിച്ചവരുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഏകദേശം നമ്മുടെ ഈ 25,500 എന്ന് പറയുന്ന സംഭവം ഏകദേശം 40 രൂപ 38 രൂപ വരെ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. 38 രൂപ വരെ താഴെ വരെ വന്നായിരുന്നു അല്ലേ. ഇവിടെ വരെ ഒക്കെ വന്നപ്പോൾ 38 രൂപയുള്ളായിരുന്നു പിഇക്ക് ഇല്ലേ. ഇവിടെ 40 രൂപയ്ക്കൊക്കെ എടുത്തവർക്ക് ഡബിൾ പ്രോഫിറ്റ്. 40 എന്നുള്ളത് 80 90 വരെ പോയി. ഞാൻ 90 ബുക്ക് ചെയ്തു. ഞാൻ ഓർഡർ 43 രൂപയ്ക്ക് ഞങ്ങളെ കാണിച്ചു. 43 രൂപയ്ക്ക് എടുത്തിട്ട് 60 രൂപയ്ക്ക് ഓർഡർ ഇട്ടു, 75 രൂപയ്ക്ക് ഓർഡർ ഇട്ടു, 90 രൂപയ്ക്ക് ഓർഡർ ഇട്ടു. ഈ 3 ഹിറ്റായി മനസ്സിലായേ. അപ്പം പിന്നെ 100 ഇട്ടിരുന്നു, അതായില്ല. പിന്നെ അവസാനം എക്സിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കൺവിക്ഷൻ ഇല്ലേ, നമ്മുടെ കൺവിക്ഷനാണ് നമ്മുടെ ട്രേഡ് ഇല്ലേ. അപ്പോൾ അതിന് എഗനിസ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് മാനേജ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അവസാനം 1 മണിക്കൂർ എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അവസാനിക്കുന്നത്. അപ്പം നാളത്തെ കാര്യം ഇനി എങ്ങനെ, നാളെ എന്ത് ഞാൻ വരയ്ക്കണ്ടേ, അതിലെന്താ വരയ്ക്കേണ്ട പറ. ഒന്നും വരയ്ക്കാനില്ല. നമ്മുടെ ലൈനെല്ലാം ക്ലിയർ അല്ലേ ഇല്ലേ. ഇവിടെ വരകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മൾ ഈ വരച്ചിട്ട വരകൾ തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വരകളിൽ ഈ വരകളൊന്നും മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. മനസ്സിലായി. അപ്പോൾ നാളെ ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് 3 പോയിൻ്റ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് 3 പോയിൻ്റ് എന്താണ്, ഒന്ന് 540, ഒന്ന് 476, താഴത്തെ വഴ 418. ഓക്കെ, അപ്പം ഫ്ലാറ്റായി ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നാളെ 3 സിനാരിയോ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 3 സിനാരിയോ ആണ്. ഓക്കെ, മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേലോട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോകാൻ നോക്കുക. ഓക്കെ, അല്ല ഈ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് ഈ ഏരിയയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഇവിടെ വരെ എത്തിയിട്ട് തിരിച്ച് വരുന്നത് നോക്കുക. ഈ റെസിസ്റ്റൻസ് തന്നെ ഇവിടെ തിരിച്ചെടുക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴോട്ട് നോക്കാൻ പറ്റും. അല്ല ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ട് നമുക്കിവിടെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ടാർഗറ്റ് ഇവിടം വരെ ഉണ്ട്. ഇതും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ പോയ കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ നാളെ ഷോർട്ട് കവറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ, നാളെ ഇപ്പോൾ 476 ഈ 540 ഷോർട്ട് കവറിങ് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുക. ആ ഷോർട്ട് കവറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ 608 ക്ലോസ് ഇത് ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ ഷോർട്ട് കവറിങ് നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റിനെ ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുപോകും. നാളെ മുഴുവൻ മാക്സിമം ഉരുക്കി തീർക്കാനുള്ള വഴി നോക്കും. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ഷോർട്ട് കവറിങ് ആണെന്ന് പറഞ്ഞ് ചാടിക്കയറി ആരും ട്രേഡ് എടുക്കില്ല. നിങ്ങൾ ട്രേഡ് എടുത്താൽ തന്നെ 10-15 പോയിൻ്റ് കിട്ടി നിങ്ങൾ ഇറങ്ങാൻ നോക്കുക. ലാസ്റ്റ് മൊമെൻറ്റ് വേണം നിങ്ങൾ ഹോൾഡ് ചെയ്തു. ലാസ്റ്റ് മൊമെൻറ്റ് അവസാനത്തെ 1 മണിക്കൂർ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പോകുന്നെങ്കിൽ പോട്ടെ, വരുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഒരു കാരണവശാലും ആദ്യം തന്നെ എടുത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല. 10-15 പോയിൻ്റ് കിട്ടി നിങ്ങൾ എക്സിറ്റ് ചെയ്ത് വീണ്ടും റീ എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുക. ഓരോ സപ്പോർട്ട് റെസൾട്ട്സിൽ വരുമ്പോൾ നിങ്ങൾ റീ എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം അതുപോലെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിലും ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് നേരെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നോക്കുക. ഇവിടെ നിന്ന് നേരെ തിരിച്ച് പോകാൻ നോക്കുക. ഓക്കെ, അല്ല ഇവിടെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് വരാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇനി ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മേലോട്ട് കയറി ഇങ്ങനെ വരുന്നത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ താഴോട്ട് പോയി ഇങ്ങനെ തിരിച്ച് കയറി നോക്കുക. ഓക്കെ, അപ്പം ഞാനിതൊക്കെ എന്നും പറയുന്നത്, അപ്പോൾ എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം നാളത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇനിയിപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ ഡയലോഗാണ്. ഇപ്പോൾ അടുത്ത 2 ദിവസങ്ങൾക്കകം പിന്നെ പലർക്കും പേപ്പർ കൊടുക്കും, നോട്ടീസ് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പല രീതിയിൽ നമുക്ക് ഇന്ത്യക്ക് പ്രതികൂലമാകുന്ന രീതിയിലൊക്കെയുള്ള ഡയലോഗുകളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ് ആകാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതിങ്ങനെ ട്രേഡ് നീട്ടി വെച്ചത്. അപ്പം രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് മാർക്കറ്റ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പൊട്ടും, ഉറപ്പാണ്.
സംശയമൊന്നുമില്ല. 25,000 താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് നോക്കിയാൽ മതി. അപ്പോൾ 25,000 ഒരു 25,000 ഒരു പ്രധാനപ്പെട്ട നമുക്ക് മേജർ സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടെയാണ്. അത് നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ നിൽക്കും, ബുള്ളിഷ് മൊമെൻ്റ് ആയിരിക്കും. അല്ല 25,000 പൊട്ടി ഡേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടിവാരം. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പം നമ്മുടെ ഈ ചാനലിനകത്തിലേ എൻ്റെ ഈ വീഡിയോക്കകത്തിൽ ഞാൻ പല പദങ്ങളും ഉപയോഗിക്കും. ഓക്കെ, അത് വേറെ ആരും ഉപയോഗിക്കാത്ത പദങ്ങളാണ്. അപ്പോൾ ഈ പദങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ തങ്ങി നിൽക്കണം. മനസ്സിലായോ? ഈ ലെവലുകളൊക്കെ നമുക്ക് കാണാപ്പാടായിരിക്കണം. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ലെവലുകളൊക്കെ നമുക്ക് കാണാപ്പാടായിരിക്കണം. അല്ലാതെ പെട്ടെന്ന് നോക്കേണ്ടി വരത്തില്ല. അപ്പോൾ 476 നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് കാണാപ്പാടാണ് അല്ലേ? അതുപോലെ 608 കാണാപ്പാടാണ്, 540 കാണാപ്പാടാണ്, 418 കാണാപ്പാട്. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു 418 നമുക്ക് എത്തും, 418 ടെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ 418 ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ നമുക്ക് കാണാപ്പാടാണ്. 540, 476, 418 ഒക്കെ നമുക്ക് കാണാപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചാർട്ടിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് അത്രയും പറഞ്ഞാണെങ്കിൽ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ എന്താ നോക്കണ്ടേ? ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയാണ് നോക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ വരച്ച വര തന്നെ, ഒരു മാറ്റവും ഇല്ല. സെക്കൻഡേ, നോക്കിക്കേ, നമ്മൾ വരച്ച വര തന്നെ കറക്റ്റ് നമ്മൾ വരയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ നാളെ ഗ്യാപ്പ് അപ്പിലോ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, 557, 315 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇന്നാണെങ്കിൽ HDFC കാര്യം നോക്കിക്കഴിഞ്ഞാൽ HDFC നല്ല ഒരു പോസിറ്റീവ് സെറ്റപ്പിലായിരുന്നു. 2000 കടന്ന് നിൽക്കുകയാണ്. അപ്പം 2000-ന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം എപ്പോഴും HDFC ബുള്ളിഷ് ആയിരിക്കും. 1993 ആയിരിക്കും കറക്റ്റ് സപ്പോർട്ട്. നെറ്റിന് ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ലോഡാകാൻ താമസം വരുന്നത്. ഓക്കെ, അപ്പോൾ HDFC നിങ്ങൾ നോക്കി വെക്കുക 1999. അപ്പോൾ ഇന്ന് റിലയൻസ് അതിൻ്റെ കാര്യം പറയാം. റിലയൻസ് വീണു. എന്തുകൊണ്ടാണ് റിലയൻസ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലയൻസ് ഞാനത് ശരിക്കും അത് കേട്ടില്ല. റിലയൻസ് വീഴാൻ കാര്യം എന്ന് പറഞ്ഞാൽ, റിലയൻസ് എന്തോ ഒരു IPO കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. അവരുടെ ഒരു ജോയിൻറ്റ് കമ്പനിയായിട്ട് എന്തോ ഒരു IPO കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ആ IPOയുടെ പരിപാടി അവർ മാറ്റി വെച്ചു. അതാണ് IPO ലിസ്റ്റ് ചെയ്യുന്നത് മാറ്റി വെച്ചുകൊണ്ടാണ് റിലയൻസ് വീഴാൻ കാര്യമെന്ന് ഞാൻ എവിടെയോ ജസ്റ്റായിട്ടൊരു ഫ്ലാഷ് പോലെ കണ്ടു. ക്ലിയറായിട്ട് ഞാനത് ഓർക്കുന്നില്ല, ഞാനിങ്ങനെ കേട്ടത് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് എന്നതിൽ മെയിൻ സംഭവം. അതുകൊണ്ടാണ് റിലയൻസ് വീണത്. അതുപോലെ തന്നെ IT എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തില്ല. നോക്കിക്കേ, IT എന്ത് TCS-ഉം ഇൻഫിയും രണ്ടുപേരും നെഗറ്റീവിലായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇത് നമ്മൾ കാണുന്ന റിലയൻസ് ആണ്. റിലയൻസ് അവസാനത്തെ 1 മണിക്കൂർ വീണത് കാര്യം വെച്ചാൽ ഇതാണ്. ഏതോ ഒരു IPO അവർ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്ന അവസാനം അത് അവർ കുറച്ചുകൂടെ നീട്ടിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇതിനെ ഇങ്ങനെ വീഴാൻ കാരണം തോന്നുന്നു. കറക്റ്റ് കാര്യം ഒന്നുകൂടെ ഞാൻ നോക്കിയിട്ട് നാളെ കാണും. പക്ഷേ തെറ്റാണ് നിങ്ങൾ ക്ഷമിക്കണം, തെറ്റാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ. കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മിഡ് ക്യാപ്പ്. അപ്പോൾ ഇന്നലെയാണ് ഒരാൾ കമൻറ്റ് ചെയ്തു, സാർ ഞാൻ മിഡ് ക്യാപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത്, പക്ഷേ സാറ് മിഡ് ക്യാപ്പിനെ പറ്റി ഒരു കാര്യവും പറയുന്നത് വലുത് വിശദമായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുന്നു. വിശദമായിട്ട് ഞാൻ പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൽ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. കാരണം നഷ്ടം വന്നാൽ നല്ലപോലെ നഷ്ടം വരും, ലാഭം വന്നാൽ അതുപോലെ കിട്ടും. പക്ഷേങ്കിൽ നഷ്ടത്തിൻ്റെ തോത് വളരെ കൂടുതലായി. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാത്തത്. എങ്കിലും ഞാൻ പറയാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇതാ വരച്ച് ഈ ട്രെൻഡ് ലൈൻ ഇത് ഡേ ക്യാൻഡിലെ ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു നോക്കി. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്താൽ 13,235 താഴെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെയറിഷ് സെറ്റപ്പ് ആയിരിക്കും മിഡ് ക്യാപ്പിൽ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ 13,359, 360 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് പോകും. ഈ ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കുക. മിഡ് ക്യാപ്പ് ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഈ 13,235 പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ താഴോട്ടുള്ളൊരു മൊമെൻറ്റം നമ്മൾ നോക്കണം. അപ്പം ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മുടെ ലെവലുകളൊക്കെ ഏകദേശമൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷന് താഴെ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിനകത്തിൽ കയറി അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കാമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ദൈവം അനുവദിച്ചാൽ നേരിട്ട് കാണാം. ഓക്കെ, അപ്പം ഇത്ര നേരം ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.